നമസ്കാരം. ക്രിസ്മസ് ഷോപ്പിങ്ങിന് തുടക്കമാകുന്ന ദിവസമാണ് ബ്ലാക്ക് ഫ്രൈഡേ. ഇന്ത്യക്കാർക്ക് അത്ര സുപരിചിതമല്ല എങ്കിലും വിദേശ രാജ്യങ്ങളിൽ വലിയ പോപ്പുലറാണ് ബ്ലാക്ക് ഫ്രൈഡേ. ക്രിസ്മസ് വ്യാപാരത്തിനായി സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നതിന് മുൻപ് നിലവിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേര് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആഡി സെയിൽ എന്നൊക്കെ പറയും പോലെയാണ് ബ്ലാക്ക് ഫ്രൈഡേ. ഡിസ്കൗണ്ടുകളും മറ്റ് കിഴിവുകളും വാരിക്കോരി നൽകുന്നതിനാൽ തന്നെ ഈ ദിവസങ്ങളിലെ തിക്കും തിരക്കും പൊല്ലാപ്പുകളുമാണ് ഇത്തരത്തിലൊരു പേര് വീഴാൻ കാരണമായത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കൊമേഴ്സ് വെബ്സൈറ്റുകളെല്ലാം ഇന്ത്യയിൽ ബ്ലാക്ക് ഫ്രൈഡേ വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മഹോത്സവത്തിന് ആരും കാണാത്ത വിലക്കിഴിവുകളാണ് ലഭ്യമാവുക. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് മാത്രമല്ല, വാഹനങ്ങൾക്ക് പോലും മികച്ച ഓഫറുകളാണ് വന്നെത്തിയിരിക്കുന്നത്. TVSന്റെ ഫാമിലി സ്കൂട്ടറായ iQube വാങ്ങാനിരുന്നവർക്കും പറ്റിയ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതും കേട്ട ഷോറൂമിലേക്കല്ല പായേണ്ടത്, പകരം ഫ്ലിപ്കാർട്ടിലേക്കാണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനോട് അനുബന്ധിച്ച് iQubeന് നിലവിൽ 1,07,299 രൂപയാണ് വില വരുന്നത്. ഇതുകൂടാതെ മറ്റ് ഓഫറുകളെല്ലാം കൂടി വെറും 1,00,000 രൂപയ്ക്ക് എൻട്രി ലെവൽ വേരിയന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനാകും. പേൾ വൈറ്റ്, വാൾനട്ട് ബ്രൗൺ എന്നിങ്ങനെ 2 കളർ ഓപ്ഷനുകളിലാണ് വാങ്ങാനാവുന്നത്. ഇനി ഓഫറിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഫ്ലിപ്കാർട്ടിൽ TVSന്റെ iQube 2.2 kWh മോഡലിന് 5,000 രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുക. കൊമേഴ്സ് ഭീമൻ TVS ഇലക്ട്രിക് സ്കൂട്ടറിൽ ഫ്ലെക്സിബിൾ EMI ഓപ്ഷനുകൾ ഉൾപ്പെടെ വിവിധതരം ഡിസ്കൗണ്ടുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ബാങ്കിനെ ആശ്രയിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് 6,000 രൂപ വരെ ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതാണ്. അതേസമയം ഡെബിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് 2,000 രൂപ വരെയാണ് ഡിസ്കൗണ്ടായി ഉപയോഗപ്പെടുത്താനാവുക. HDFC പോലുള്ള മുൻനിര ബാങ്കുകൾ വഴി പണമിടപാട് നടത്തിയാൽ 36 മാസം വരെ ഫ്ലെക്സിബിൾ ലോൺ കാലാവധി വാഗ്ദാനം ചെയ്യുന്ന ഒരു EMI സ്കീമും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ ഡീലുകളെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ TVS iQubeന്റെ എൻട്രി ലെവൽ വേരിയന്റ് 1,01,934 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 2.2 kWh ബാറ്ററി പാക്കുമായി വരുന്ന ദൈനംദിന ആവശ്യങ്ങൾക്ക് പെട്രോൾ സ്കൂട്ടറുകളേക്കാൾ ശരിക്കും പ്രായോഗികമാണ്. 5.9 bhp കരുത്തോളം വികസിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇനി ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫാസ്റ്റ് ചാർജർ വഴി 2 മണിക്കൂർ 45 മിനിറ്റിനുള്ളിൽ 0 നിന്ന് 80% വരെ ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. 1 കിലോമീറ്റർ ഓടാൻ iQubeന് വെറും 0.3 പൈസയാണ് ചിലവ് വരുന്നത്. പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിവർഷം ഏകദേശം 37,500 രൂപയോളം ലാഭിക്കാനാകുമെന്നും കമ്പനി അവകാശപ്പെടുകയാണ്. TVS പറയുന്നതനുസരിച്ച് സിംഗിൾ ചാർജിൽ iQubeന് ഇക്കണോമി മോഡിൽ 75 കിലോമീറ്ററും പവർ മോഡിൽ 60 കിലോമീറ്ററുമാണ് റേഞ്ച് നൽകാനാവുക. നീളമേറിയ സീറ്റുകൾ, 32 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ്, ചെറിയ യാത്രകൾക്കായി ബാഗുകൾ, ബോക്സുകൾ സ്ഥാപിക്കുന്നതിനുള്ള വലിയ ഫുട്ബോർഡ്, 180-ലധികം കണക്റ്റഡ് ഫീച്ചറുകൾ, റിവേഴ്സ് പാർക്കിംഗ്, ഇക്കോ ഡ്രൈവ് പോലുള്ള റൈഡിംഗ് മോഡുകൾ, കോൾ, SMS അലേർട്ട് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം തന്നെ iQubeന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ആളുകൾ മാറി ചിന്തിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിച്ച് മുടിയണ്ട എന്നൊരു കാരണം കൊണ്ട് തന്നെ, അതുപോലെ തന്നെ എന്നും സർവീസ് ചെയ്ത് വലിയ രീതിയിൽ പണം കളയണ്ട എന്ന് ചിന്തിക്കുന്നവരും ഇപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുന്നത് ഇലക്ട്രിക് വണ്ടി എടുക്കാമെന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും മികച്ചത് ഏതെന്ന ചർച്ചകളിലേക്ക് നീളുമ്പോൾ അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് iQube എന്ന് പറയേണ്ടിയിരിക്കുന്നു.